മോറിസ് കോയിനിൽ പണം നഷ്ടമായവർ പ്രതിഷേധവുമായി കമ്പനി എം ഡി നിഷാദിന്റെ വീടിന് മുമ്പിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള സ്ത്രീകളടക്കമുള്ള സംഘമാണ് പൂക്കോടുംപാടത്തെ വീട്ടിലെത്തിയത്. വീടിന് പോലീസ് സംരക്ഷണമുള്ളതിനാൽ ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റി പരാതി എഴുതിവാങ്ങി. മംഗലാപുരം, കുടക്, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40ഓളം പേരടങ്ങുന്ന സംഘമാണ് രാവിലെ 11 വീട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഒളിവിൽ പോയ നിഷാദിന്റെയും മാതാവും സഹോദരങ്ങളും കുടുംബവുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. നിക്ഷേപകർ സ്ഥിരമായി വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിയോടെ സുരക്ഷ ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയ സ്ത്രീകളടക്കമുള്ള സംഘത്തെ പോലീസ് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. രേഖാമൂലം പരാതി നൽകാനും പോലീസ് സ്വമേധയാ കേസെടുത്തിയ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. 10 ലക്ഷം മുതൽ വൻതുകകൾ നഷ്ടമായവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതേസമയം നിക്ഷേപകർ നിരന്തരം വീട് തേടിയെത്തിയോടെ പോലീസ് സുരക്ഷ തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിഷാദിന്റെ കുടുംബം. നിത്യരോഗിയായ മാതാവടക്കമുള്ളവർ നിഷാദിന്റെ ചെയ്തി മൂലം പ്രയാസത്തിലാണെന്നും ഈ തട്ടിപ്പിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ മോൻ പറഞ്ഞ കണക്ക് 10 ലക്ഷം ഉറുപ്പ്യ ഓൻ്റെ ബാക്കി കെട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ആ 10 ലക്ഷം ഉറുപ്പ്യ കിട്ടേണ്ട ഒരു വഴി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ വാടിക്ക പെരയിലുണ്ടായത്, ഞങ്ങൾ വാടിക്ക പെരയിൽ ഞങ്ങളെ കീച്ചി കടായിട്ട് എൻ്റെ മോനിക്ക് ഇപ്പോൾ പുറത്തേക്കാൻ കഴിഞ്ഞില്ല. 2 മക്കളെ കൊണ്ടുവന്നിട്ട് പെരയിൽ വിട്ടിട്ടുണ്ട്. ഓരോ സ്വർണം വാങ്ങിയിട്ട് പണയത്തിലാക്കിയിട്ട് 2 മക്കളെ സ്വർണം വാങ്ങിയിട്ട് പണയം വെച്ചിട്ടാണ് ജോനിക്ക് പൈസ ഇട്ട ജോൻ്റെ ബാക്ക് കെട്ടിട്ട്. അപ്പം എനിക്കുള്ള വഴി നിങ്ങൾ എടുത്ത് തരണം.